നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചൂണ്ടുവിരലിൽ മഷി പുരണ്ടു തുടങ്ങി. തീരദേശത്തെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര. സമസ്തയെ ഇകഴ്ത്തി കാണിച്ചത് മുസ്ലിം ലീഗിന് തിരിച്ചടിയാവുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. തിരൂരിൽ വോട്ട് ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തിയയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് വോട്ടർമാരെ വലച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. താനൂർ മർക്കസ് തഹ്ഫീദിൽ ഖുർആൻ 8ാം സന്നദ്ധദാന സമ്മേളനവും 20ാം വാർഷികാഘോഷവും ഏപ്രിൽ 27-28 തീയതികളിൽ. വിശദമായ വാർത്തകൾ. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടങ്ങി. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെയാണ്. രാവിലെ മുതൽ തന്നെ പല മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണപ്പെട്ടു. വോട്ട് രേഖപ്പെടുത്താൻ പ്രമുഖ നേതാക്കളെത്തി. ചൂണ്ടുവിരലിൽ മഷി പുരണ്ടു തുടങ്ങി. തീരദേശത്തെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. രാവിലെ 6 മണിയോടെ സ്ത്രീകളുടെ നീണ്ട നിര പല ബൂത്തുകളിലും കാണാനായി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ 9 മണിയോടെ 8.2% പേർ വോട്ട് രേഖപ്പെടുത്തി. തിരൂരങ്ങാടി 8.73, താനൂർ 7.75, തിരൂർ 8.13, കോട്ടക്കൽ 8.49, തവനൂർ 8.8, പൊന്നാനി 7.68, തൃത്താല 8.54 പേരുമാണ് രാവിലെ 9 മണിയോടെ വോട്ട് രേഖപ്പെടുത്തിയത്. മന്ത്രി വി അബ്ദുറഹിമാൻ വെള്ളേക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ LP സ്കൂൾ പൊറൂരിൽ 45ാം നമ്പർ ബൂത്തിലും കുറുക്കോളി മൊയ്തീൻ MLA കുർക്കോൾ ഇസ്ലാഹുൽ ബിൽദാൻ കല്ലത്തിച്ചിറ മദ്രസ 10ാം നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനിയിൽ മാറ്റം വരുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ KS ഹംസ ജയിക്കും. മുസ്ലിം ലീഗ് അസ്തിത്വം പണയപ്പെടുത്തി. സമസ്തയെ ഇകഴ്ത്തി കാണിച്ചത് ലീഗിന് തിരിച്ചടിയാവുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളേക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ LP സ്കൂൾ പൊറൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 മണിയോടെയാണ് വെള്ളേക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ LP സ്കൂൾ പൊറൂരിൽ 45ാം നമ്പർ ബൂത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ വോട്ട് രേഖപ്പെടുത്തിയത്. ഫാസിസത്തെ ചെറുക്കാൻ ആളുകൾ തയ്യാറായതിന്റെ പ്രതിഫലനമാണ് പോളിംഗ് ബൂത്തുകളിലെ നീണ്ട നിരയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. രാജ്യത്തിൻ്റെ ഉന്നതമായുള്ള ജനാധിപത്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ, അതോടൊപ്പം തന്നെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാന ഭീഷണിയായിട്ടുള്ള ഫാസിസത്തെ എതിർക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും, പ്രത്യേകിച്ച്
കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും നിറഞ്ഞു കവിയുകയാണ്. വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് ഈ ഭരണത്തോട്. അത് നല്ല രീതിയിൽ തന്നെ പ്രകടിപ്പിക്കപ്പെടും. അതോടൊപ്പം തന്നെ എല്ലാ ബൂത്തുകളിൽ നമ്മൾ കാണുന്ന പുഞ്ചിരി, അത് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തോട് ചെയ്തിട്ടുള്ള നിരവധിയായ നല്ല കാര്യങ്ങൾ അത് ജനങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഭരണത്തിനെതിരായി കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങളിൽ നല്ല രീതിയിൽ പ്രകടമാണ്. ആ പ്രകടമായ കാര്യം തീർച്ചയായും വോട്ടിൽ പ്രതിഫലിക്കും. ഇടതുപക്ഷ മുന്നണി ഏറ്റവും നല്ല വിജയം കൈവരിക്കും. പൊന്നാനിയിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാകും. പൊന്നാനിയിലെ ജനങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഫീൽഡിലുള്ള ആളുകളാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം മാറ്റം, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ, ശരിയല്ലാത്ത നിലപാടുകൾ, സ്വന്തം അസ്തിത്വം തന്നെ ഉയർത്തി കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുസ്ലിം ലീഗ് അധപ്പതിച്ചു എന്നുള്ള തോന്നൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലുണ്ട്. അതോടൊപ്പം തന്നെ സമസ്ത പോലുള്ള സംഘടനകളെ എഴുത്തി കാണിക്കുന്ന രീതി പ്രത്യേകിച്ച് മലബാറിലെ ന്യൂനപക്ഷ സമൂഹമായിട്ടുള്ള മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും മുസ്ലിം ലീഗ്. പൊന്നാനിയിൽ വോട്ടിംഗ് ശതമാനം നല്ല രീതിയിൽ കൂടും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ടിംഗ് ശതമാനവും നല്ല രീതിയിൽ കുറയും. വിജയത്തോട് അടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. ചെറിയ ഒരു ഭൂരിപക്ഷത്തിന് 5000-10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിൽ നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്. അന്ന് നമ്മൾ കണ്ട ഏകദേശം 3% വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നു. അത് പ്രതിഫലിച്ചാൽ തീർച്ചയായും നമ്മൾ ജയിക്കും. ഇടതുപക്ഷ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണ്. മുസ്ലിം ലീഗിന്റെ വോട്ടിംഗ് ശതമാനം കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാൽ കുഴഞ്ഞു വീണ് മരിച്ചു. നിറമരുതൂർ സ്വദേശി ആലുക്കാനകത്ത് സിദ്ദീഖ് മൗലവിയാണ് മരണപ്പെട്ടത്. രാവിലെ 7 മണിയോടെയാണ് നിറമരുതൂർ സ്വദേശി ആലുക്കാനകത്ത് സിദ്ദീഖ് മൗലവി നിറമരുതൂർ വള്ളിക്കാഞ്ഞിരം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്ത് വീട്ടിലെത്തിയ ശേഷമാണ് ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചത്. വെട്ടം ന്യൂസ്, നിറമരുതൂർ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് വോട്ടർമാരെ വലച്ചു. അരമണിക്കൂറിന് ശേഷം സാങ്കേതിക വിദഗ്ധരെത്തി മെഷീൻ ശരിയാക്കി. തൃപ്രങ്ങോട് ALP സ്കൂളിലെ 36-ാം നമ്പർ ബൂത്തിലെ മെഷീനാണ് പണിമുടക്കിയത്. രാവിലെ മോക്ക് പോളിംഗ് കൃത്യമായി നടന്നിരുന്നു. എന്നാൽ വോട്ടിംഗ് ആരംഭിച്ചതോടെ മെഷീൻ കേടായി. 7 മണിയോടെ തന്നെ ധാരാളം പേർ ഈ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഇവരെല്ലാം ഇതോടെ കുടുങ്ങി. തുടർന്ന് സാങ്കേതിക വിദഗ്ധരെത്തി മെഷീൻ പരിശോധിച്ച് 7:36-നാണ് ശരിയാക്കിയത്. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നൽകാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് കുറുക്കോൾ മൊയ്തീൻ MLA. കുറുക്കോൾ ഇസ്ലാഹുൽ ബിൽദാൻ കല്ലത്തിച്ചിറ മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 9 മണിയോടെയാണ് കുറുക്കോൾ മൊയ്തീൻ MLA കുറുക്കോൾ ഇസ്ലാഹുൽ ബിൽദാൻ കല്ലത്തിച്ചിറ മദ്രസയിൽ 10-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നൽകാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് കുറുക്കോൾ മൊയ്തീൻ MLA കുറുക്കോൾ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. ഞാൻ വോട്ട് ചെയ്തു. ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെയാണ് എനിക്ക് വോട്ട്. ഈ സന്ദർഭത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. 18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തകൃതിയായി നടക്കുകയാണ്. എല്ലായിടത്തും നല്ല പോളിംഗ് നിലവാരമാണ് കാണുന്നത്. രാവിലെ തന്നെ വളവന്നൂരിലെ 9-10 ബൂത്തുകളാണ് ഈ വിദ്യാലയത്തിലുള്ളത്. എല്ലാവരും രാവിലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വരി നിൽക്കുന്നു എന്നുള്ളത് ഈ പ്രാവശ്യത്തിൽ പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. മുന്നണിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണിത്. വെട്ടം ന്യൂസ്, തിരൂർ. താനൂർ മർക്കസ് തഹ്ഫീദിൽ ഖുർആൻ 8ാമത് സന്നദ്ധാന സമ്മേളനവും 20ാം വാർഷികാഘോഷവും ഏപ്രിൽ 27-28 തീയതികളിലായി MTQ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ പവർ ഓഫ് ഖുർആൻ എന്ന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കും. സമാപന സമ്മേളനത്തിലും സനദ് ദാന സമ്മേളനത്തിലും KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, KNM മർക്കസ് സുദവ ജനറൽ സെക്രട്ടറി CP ഉമ്മർ സുലമി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ഇത്തിഹാദുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമി കേരള വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇല്യാസ് മൗലവി, താനൂർ നടക്കാവ് ജുമാ മസ്ജിദ് ഖത്തീബ് കുഞ്ഞാ മുഫൈസി തുടങ്ങിയ
പണ്ഡിതർ സംബന്ധിക്കും. വിവിധ സെഷനുകളിലായി ജനപ്രതിനിധികൾ, മത, സാമൂഹ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. താനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൊയ്തു ഹാജി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന MTQ 8ാമത് സന്നദ്ധദാന സമ്മേളന പരിപാടിയിൽ മുജാഹിദ് പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന ചിറയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ നാമധേയത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വിശുദ്ധ ഖുർആൻ ഹിഫ്ള് മത്സരം, പവർ ഓഫ് ഖുർആൻ സെക്ഷൻ, മദ്രസ ഫെസ്റ്റ്, അലുമിനി മീറ്റ്, തക്മില, വിദ്യാർത്ഥികളുടെ കൾച്ചറൽ പ്രോഗ്രാം, ഖുർആൻ മനഃപ്പാഠമാക്കിയ 38 ഹാഫിളുമാർക്കുള്ള സന്നദ്ധദാന വിതരണം, മാഗസിൻ പ്രകാശനം, ഖുർആൻ എക്സ്പോ എന്നീ പ്രധാന സെഷനുകൾ നടക്കും. അർത്ഥവത്തായ ചർച്ചകളിൽ ഏർപ്പെടാനും സൗഹൃദങ്ങൾ പങ്കിടാനും വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, വിദ്യാഭ്യാസ വിചക്ഷണർ, പ്രൊഫഷണലുകൾ, സന്നദ്ധ പ്രവർത്തകർ, പണ്ഡിതർ എന്നിവരുടെ പങ്കാളിത്തത്താൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്നതിനും ദ്വിദിന സമ്മേളനം വഴിയൊരുക്കും. കേരളത്തിനകത്തും പുറത്തുമായുള്ള നിരവധി പ്രതിനിധികൾ സമ്മേളനത്തിൽ എത്തിച്ചേരും. MT മുഹമ്മദ്, MT അബ്ദുൾ അസീസ്, PO അൻവർ, ഹാഫിൾ സമീർ റഹ്മാൻ, ലുക്മാൻ പോത്തുങ്കല്ല്, റസാഖ് തെക്കേൽ, AK നവാസ് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.